1 തിമോഥെയോസിന്റെ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യം വായിക്കാം. അവിടെ തുടങ്ങി നമുക്കിത് നോക്കാം. Very good. Fight the good fight of the faith. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. നമുക്ക് ഒരുമിച്ച് ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. എല്ലാവരും ചേർന്ന്. Fight the good fight of the faith. ഞാൻ വായിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഒരുമിച്ച് വായിക്കും അല്ലേ? അതിന്റെ നല്ലത് ഒരുമിച്ച് വായിക്കാം. Fight the good fight of the faith. വിശ്വാസത്തിന്റെ നല്ല യുദ്ധം ഇന്നു മുതൽ നമുക്കൊന്ന് ആരംഭിക്കാം. ആമേൻ. ബൈബിൾ യുദ്ധത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയുണ്ട് എന്ന് ശാന്തമായി നമ്മൾ ഇന്ന് പഠിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതായിരിക്കും നമ്മുടെ വിഷയം. വിശുദ്ധന്മാർ യുദ്ധത്തിൽ ഏതെല്ലാം യുദ്ധങ്ങൾ ചെയ്യുന്നുണ്ട്, നമുക്കെതിരെ വരുന്ന യുദ്ധങ്ങൾ എന്തൊക്കെയാണ്, യുദ്ധത്തിലുള്ള നമ്മുടെ പരദേശവാസം യുദ്ധം കൂടാതെ ജീവിക്കാൻ സാധ്യമല്ല എന്ന കാര്യം ആദ്യമേ അറിഞ്ഞിരിക്കണം. യുദ്ധം ഇല്ലാത്ത ഒരൊറ്റ ക്രിസ്തീയ പടയാളി ചരിത്രത്തിലില്ല. ആമേൻ. രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുള്ള ഏതൊരു പടയാളിയും, ക്രിസ്തീയ പടയാളിയും മരണം വരെ യുദ്ധം ചെയ്യേ മതിയാവും. അതാണ് ബൈബിൾ നമ്മോട് കൽപ്പിക്കുന്നത്. അതുകൊണ്ട് നിശ്ചയമായും ഇന്നു മുതൽ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങണം എന്ന കാര്യം ഞാൻ വിനീതമായിട്ട് ഓർപ്പിക്കുന്നു. ഇത് സംബന്ധിച്ച് പണ്ഡിതപീഠം എന്താണ് നമുക്ക് നൽകുന്നത്? യുദ്ധം സംബന്ധിച്ച് ഒരുപാട് സ്കോളേഴ്സിന്റെ ചിന്തകൾ എൻ്റെ കയ്യിൽ കിട്ടിയെങ്കിലും കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ചിന്തകൾ ഇതാണല്ലോ ഇന്ന് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഏതാണ്ട് ചില കാര്യങ്ങൾ മാത്രം ഞാൻ ഓർപ്പിക്കുന്നു. വേഗം വേഗം നമുക്കൊന്ന് വായിക്കാം. ചില ഡെഫിനിഷൻസ് നമുക്കൊന്ന് വായിക്കാം. ഒരുമിച്ച് വായിക്കാം. നമുക്ക് യുദ്ധം മാനവ ചേലയെ മരവിപ്പിക്കുന്ന ക്രൂരമായ ഒരു പ്രക്രിയയാണ്. മനുഷ്യന്റെ ചൈതന്യത്തെ, ചാലകശക്തിയെ, നമ്മിലുള്ള ജീവശക്തിയെ നശിപ്പിക്കുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ അക്ഷരീക യുദ്ധങ്ങൾ. എന്നാൽ ഒരാത്മീക യുദ്ധം എന്ന് പറയുന്നത് നമ്മുടെ അകത്തുള്ള നിത്യജീവനിലേക്കുള്ള യാത്രയാകയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് അല്പം കൂടെ മുമ്പോട്ട് പോകാം. യുദ്ധത്തെ കുറിച്ച് എൻസൈക്ലോപീഡിയ എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രൈസ് ഗോഡ്. യുദ്ധത്തെ കുറിച്ച് എൻസൈക്ലോപീഡിയ പറയുന്നത് ജസ്റ്റ് ഒന്ന് കാണാം. ഒന്ന് വായിച്ചു നോക്കി. നിങ്ങൾ എല്ലാവരും വായിക്കും. ഉറക്കെ ഒരാൾ വായിച്ചോട്ടെ. Praise God. ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയ യുദ്ധത്തെ രണ്ട് വീക്ഷണത്തിലാണ് കാണുന്നത്. ഞാൻ വിശദീകരിക്കുന്നില്ല. വിശദീകരിക്കേണ്ടതായ ഒരുപാട് ഭാഗങ്ങൾ കിടക്കുന്നു. നമ്മൾ യുദ്ധത്തിൽ ബൈബിളിനകത്തേക്ക് കയറുമ്പോഴാണ് ഞാൻ കൂടുതൽ വിശദീകരണങ്ങൾ നൽകുക. നമുക്ക് അങ്ങോട്ട് മുമ്പോട്ട് പോകാം. അതിനു മുൻപ് തുർക്കിയിലെ സൂഫി കവി യുദ്ധത്തെ കുറിച്ച് എഴുതിയ ഒരു പുസ്തകമുണ്ട്. ആ യുദ്ധത്തെ കുറിച്ചുള്ള പുസ്തകത്തിൽ ഏതാണ്ട് ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. ഒന്ന് വായിച്ചു നോക്കി. ദൈവദൂതൻ അവന്റെ അറിവിനാൽ എന്ത് ചെയ്യുന്നു? സ്വതന്ത്രനാകുക. മൃഗം അതിന്റെ അറിവേട് കൊണ്ടും എന്ത് ചെയ്യുന്നു? സ്വതന്ത്രനാകുന്നു. ഇത് രണ്ടിന്റെ ഇടയിൽ നമ്മള് ഞെരുങ്ങി യുദ്ധത്തിൽ ഒരുങ്ങുക. സ്വതന്ത്രം അല്ലേ? നമുക്ക് ഇത് രണ്ടിന് ഇടയിലുള്ളൊരു കാലമാണ് നമ്മുടെ ജീവിതം. അങ്ങനെയാണെന്നാണ് സൂഫി കവി പറയുന്നത്. ഇനി സണ്ണി മർഫി അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് നിങ്ങൾ. മാനവരാശിയുടെ തീരാത്ത ഒരു ശാപമാണ് എന്ത്? യുദ്ധം. എന്നാൽ ആത്മീയ യുദ്ധം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ജയാളിയായ ക്രിസ്തുവിന്റെ കൂടെ പ്രതിഫലത്തോടെ ഇരിക്കുന്നതാകയാൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങൾ അതല്ലേ പറയുന്നത്? ജയിക്കുന്നവനെ, 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 ജയിക്കുന്നവനെ. അങ്ങനെയെങ്കിൽ ഒരു ദിവസം ജയിച്ച് മുന്നേറി അവിടെ എത്തണം. നമ്മൾ എന്നും ജയിക്കണം. ഒരു ദിവസം നമ്മൾ അവിടെ എത്തും. അതുകൊണ്ട് നമ്മുടെ യുദ്ധം തീരാശാപമല്ല, അക്ഷരീക യുദ്ധങ്ങളാണ് തീരാശാപം.
Praise the Lord. ഇനി അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കും, ചാൾസ് മാർട്ടിൻ പറയുന്നു, യുദ്ധം കണ്ടുപിടിച്ച മനുഷ്യൻ ശപിക്കപ്പെട്ടവനാണ്. ആമേൻ. അതൊരു സത്യമാണ്. അക്ഷരീക യുദ്ധങ്ങൾ കണ്ടുപിടിച്ച മനുഷ്യനായ തന്നെയാണ് ശപിക്കപ്പെട്ടവൻ തന്നെ. എന്നാൽ സ്പിരിച്വൽ വാർഫെയർ പഠിക്കുന്ന നമുക്ക് ആത്മീക ആയോധനത്തിൽ ഒരിക്കലും ഇത് ശാപമല്ല, നമ്മുടെ വിജയത്തിന്റെ കൊയ്ത്താണ്. ആ ഉറപ്പുള്ളവർ എത്ര പേരും ഇരിപ്പുണ്ട്? സന്തോഷത്തോടെ ഒരു കല്ലിൽ ഉറക്കം പറഞ്ഞു. ഇനി എൻസൈക്ലോപീഡിയ പറയുന്ന ഒരു കാര്യം കൂടെ നമ്മുടെ റോണി ഉറക്കെ വായിക്കും. നന്നായി വായിച്ചു അദ്ദേഹം. വായിച്ചാട്ടെ. War in the popular sense, a conflict among political groups involving hostilities of considerable duration and magnitude. Praise the Lord. ഞാൻ കുറച്ചുകൂടി മുമ്പോട്ട് പോകുന്നു. സാൻകുട്ടി എന്ന് പറഞ്ഞൊരു പാസ്റ്റർ എഴുതിയ ഒരു രസകരമായ വാക്കുണ്ട്. ഒന്ന് വായിച്ചാട്ടെ എല്ലാവരും നോക്കണമെന്ന് ഞാൻ ഓർമ്മിക്കുന്നു. വായിച്ചാട്ടെ. ക്രിസ്തീയ ജീവിതം എന്തല്ല, ഇതൊരു കളിക്കളമല്ല, ഇതൊരു പോർക്കളമാണ്. ആ ഉറപ്പുള്ളവർ എത്ര പേരും ഇരിപ്പുണ്ട്? ഇവിടെ ഏഷ്യയുടെ മൊത്തം ഒരു കളി നടന്നല്ലോ ഇവിടെ കഴിഞ്ഞ 2006-ലോ 2007-ലോ നടന്നല്ലോ അല്ലേ? ഏഷ്യ ഗെയിംസ് ഇവിടെ അല്ലേ? ഇനിയിപ്പോ വേൾഡ് വൈഡ് ആയിട്ടൊരു ഗെയിംസ് വരുന്നുണ്ടെന്നൊക്കെ ഞാൻ കേട്ടു. പ്രൈസ് ദി ലോർഡ്. പണ്ടങ്ങാണ്ട് പന്ത് കളിച്ചൊരു ഓർമ്മ എനിക്കുണ്ട്. പ്രൈസ് ഗോഡ്. ഒരു ചെറിയ കപ്പൊക്കെ ഒരു 5-6 വാങ്ങിച്ചതായ കുഞ്ഞു ഓർമ്മ വരുന്നുണ്ട്. അങ്ങനെ കപ്പ് വീട്ടിൽ കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ട് വല്ലവന്റെ വീട്ടിൽ വെച്ചിട്ടുമുണ്ട്. പ്രൈസ് ഗോഡ്. വീട്ടിൽ കൊണ്ടുവന്നാൽ അന്ന് സൂപ്പർ കൈകാര്യം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ടില്ല. എന്നാൽ വിവരം പറഞ്ഞപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ സൂപ്പറായിട്ട് മുട്ടിന് താഴെ നല്ല പഴം ചൂരൽപ്പഴം തരികയുണ്ടായി. അങ്ങനെ ഒരു യുദ്ധമല്ല നമ്മുടേത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ യുദ്ധത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന വലിയ പ്രതിഫലങ്ങൾക്കാണ്. മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം നിങ്ങൾ തള്ളിക്കളയരുത്. യുദ്ധത്തിന് ഇറങ്ങണം എന്നാഗ്രഹിക്കുന്നവർ എത്ര പേരുടെ ഇരിക്കൊണ്ട് നമ്മളത് ഓർക്കണമാകയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്.